ഒരുപാട് ആൾക്കാർ വന്നൊരു നമ്മുടെ ഒരു ഏരിയ ആണല്ലോ ഇത്. അപ്പൊ ഈ ആൾക്കാരെ തിരക്ക് എങ്ങനെയാണ് ചേച്ചി നിയന്ത്രിക്കുന്നത്? കാരണം ഒരുപാട് ആൾക്കാർ ഈ സ്ഥലം അന്വേഷിച്ചിട്ട് വരുന്നുണ്ട്. പല ബ്ലോഗർമാരും വന്ന് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത്. അതും പ്രത്യേകിച്ച് ചേച്ചിയുടെ ഭക്ഷണത്തിനെ കുറിച്ചാണ് എല്ലാവർക്കും നല്ല അഭിപ്രായം. അതുകൂടാതെ എന്തൊക്കെയാണ് സാധനങ്ങൾ ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റിയത്? ഇവിടെ വന്ന കപ്പയും ബീഫും, കപ്പയും പോട്ടിയും, പഴംപൊരി ബീഫ്, വടയും ബീഫും, കുത്തു പൊറോട്ട, പാലപ്പവും ചിക്കനും, ചിക്കനും കപ്പയും, ലിവർ ഫ്രൈ, പിന്നെ പോട്ടിയും കപ്പയും, കാട ഫ്രൈ, പിന്നെ ബജ്ജി ഐറ്റം. അപ്പൊ ഇതില് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരാണ്? സാധാരണ ഫാമിലി ആയിട്ട് വരുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇവിടുത്തെ? കുറെ ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് രാത്രികളിൽ. പക്ഷെ നമ്മുടെ ഈ ഫാമിലി ആയിട്ടും വരുന്നുണ്ട്, പിള്ളേര് കൂട്ടം കൂടി വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ അങ്ങനെ വരുന്നുണ്ട്. ഏറെയുള്ള പിള്ളേരും അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത് മിക്ക ആൾക്കാരും. ചേച്ചിയുടെ ഒരു ഒപ്പീനിയൻ കൂടി അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ എയർപോർട്ടിന്റെ ഒക്കെ ഭംഗി ആസ്വദിക്കാനും പറ്റിയൊരു ഏരിയ ആണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് വരാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാലടിയിൽ നിന്ന് വരാണെങ്കിൽ ആലുവ റൂട്ട് ശ്രീമൂല നഗരം കനറ ബാങ്ക് സ്റ്റോപ്പിന്റെ അവിടെ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ താഴത്തേക്ക് കല്ലയം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അതുപോലെ തന്നെ ആലുവയിൽ നിന്ന് വരാണെങ്കിലും ശ്രീമൂലര അടിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് കല്ലയം ചോദിച്ചാൽ മതി. കല്ലയം അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സ്ഥലത്തേക്ക് എത്താം. അപ്പൊ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ആണെങ്കിൽ ശ്രീമൂല നഗരം അടിച്ചാൽ മതി. ഓക്കെ.